6.5 6th question എന്താണെന്നുള്ളത് നോക്കാം. ABC is an equilateral triangle of side 2a. Find each of its altitude. അപ്പോൾ ഇവിടെ നമുക്ക് altitudeന്റെ ഹൈറ്റ് ആണ് കാണേണ്ടത്. അതായത് altitude അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പോൾ ABD എന്നുള്ള ട്രയാങ്കിൾ എടുക്കുക. അതിൽ in triangle ABD 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. AB സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് BD സ്ക്വയർ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AD സ്ക്വയർ ആണ്. AD സ്ക്വയർ എന്ന് പറയുന്നത് AB സ്ക്വയർ മൈനസ് BD സ്ക്വയർ. ഇവിടെ AB എന്ന് പറയുന്നത് നമുക്ക് സൈഡ് തന്നിട്ടുണ്ട് 2a. അപ്പൊ 2a ഹോൾ സ്ക്വയർ മൈനസ് BD എന്ന് പറയുന്നത് അതായത് ഹാഫ് ആയിരിക്കും 2a പകുതി. അപ്പൊ A സ്ക്വയർ is equal to 4a square minus a square is equal to 3a square. അപ്പോൾ AD സ്ക്വയർ ആണ് 3a സ്ക്വയർ. അപ്പോൾ AD എന്ന് പറയുന്നത് √3a. അപ്പോൾ ഈച്ച് ഓഫ് ഇറ്റ്സ് ഓൾട്ടിറ്റ്യൂഡ് √3a. അപ്പോൾ prove that the sum of the squares of the sides of a rhombus is equal to the sum of the squares of its diagonal. അതായത് ഒരു റോംബസിന്റെ സൈഡ്സിന്റെ സ്ക്വയർ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ പ്ലസ് CD സ്ക്വയർ പ്ലസ് AD സ്ക്വയർ എന്നുള്ളത് ഈക്വൽ ടു അതിന്റെ ഡയഗണൽസിന്റെ സ്ക്വയറിന്റെ സമ്മിന് ഈക്വൽ ആണ്. അതായത് ഈക്വൽ ടു AC സ്ക്വയർ പ്ലസ് BD സ്ക്വയർ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ എന്നുള്ളത് നോക്കാം. ഗിവൺ ABCD ഈസ് എ റോംബസ്. ABCD ഈസ് എ റോംബസ്. Diagonals AC and BD. Diagonals AC യും BD യും ആണ്. അതുപോലെ നമുക്ക് എന്തൊക്കെ അറിയാം? ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും. റോംബസിലെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും. അതായത് AC പെർപെൻഡിക്കുലർ ടു BD ആണ് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ OA ഈക്വൽ ടു OC ആണ്. അതുപോലെ OB ഈക്വൽ ടു OD ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് റോംബസിലാണ്. ഇനി ടു പ്രൂവ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ? അതായത് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ പ്ലസ് CD സ്ക്വയർ പ്ലസ് DA സ്ക്വയർ സൈഡ്സിന്റെ സ്ക്വയറിന്റെ സമ്മ് ഈക്വൽ ടു ഡയഗണൽസിന്റെ സ്ക്വയറിന്റെ സമ്മ് ഈക്വൽ AC സ്ക്വയർ പ്ലസ് BD സ്ക്വയർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പിന്നെ റോംബസിൽ നമുക്ക് എന്തൊക്കെ അറിയാം? റോംബസിൽ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും. അതുപോലെ റോംബസിലെ സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും. AB ഈക്വൽ ടു BC ഈക്വൽ ടു CD ഈക്വൽ ടു AD ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രൂഫ്, അതായത് ഇവിടെ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുന്നു. പ്രൂഫ് ഇൻ ട്രയാങ്കിൾ AOB. ട്രയാങ്കിൾ AOBയിൽ ബൈസെക്ട് ചെയ്യുന്ന റൈറ്റ് ആംഗിളിലാണ് ബൈസെക്ട് ചെയ്യുക. അതായത് AC പെർപെൻഡിക്കുലർ ടു BD ആയതുകൊണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബൈ പൈതഗോറസ് തിയറം AB സ്ക്വയർ ഈക്വൽ ടു OA സ്ക്വയർ പ്ലസ് OB സ്ക്വയർ എന്ന് എഴുതാൻ കഴിയും നമുക്ക്. ഇത് പൈതഗോറസ് തിയറം. AB സ്ക്വയർ ഈക്വൽ ടു OA സ്ക്വയർ പ്ലസ് OB സ്ക്വയർ. അതിനുശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? OA എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് ഓഫ് AC ആണെന്ന് പറയാം. അതുപോലെ OB എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞുകൂടാ, OB ഈക്വൽ ടു OD ആണ്. അങ്ങനെയാണെങ്കിൽ OB എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് ഓഫ് BD എന്നും എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ഹാഫ് ഓഫ് AC OA എന്നുള്ളത് മാറ്റി കൊടുത്തു. ഹാഫ് ഓഫ് AC പ്ലസ് ഇത് ഹാഫ് ഓഫ് BD. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? അതായത് സ്ക്വയർ AC സ്ക്വയർ ബൈ 4 പ്ലസ് BD സ്ക്വയർ ബൈ 4 എന്ന് കിട്ടി. ഇത് AB സ്ക്വയർ. AB സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ ബൈ 4 പ്ലസ് BD സ്ക്വയർ ബൈ 4. ഈ 4നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പം എന്ത് കിട്ടും? 4AB സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ പ്ലസ് BD സ്ക്വയർ എന്ന് കിട്ടി. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എല്ലാ സൈഡ്സിന്റെ സ്ക്വയർസ്. അതായത് 4AB സ്ക്വയർ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. 4AB സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? അതായത് റോംബസിൽ നമ്മൾ പറഞ്ഞു ഇൻ റോംബസ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതായത് AB ഈക്വൽ ടു BC ഈക്വൽ ടു CD ഈക്വൽ ടു DA ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4AB സ്ക്വയറിനെ എങ്ങനെ എഴുതാം? 4AB സ്ക്വയർ എന്ന് പറയുന്നത് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ പ്ലസ് CD സ്ക്വയർ പ്ലസ് DA സ്ക്വയർ എന്ന് എഴുതാൻ കഴിയും. കാരണം
4ab സ്ക്വയർ എന്ന് പറഞ്ഞാൽ ab സ്ക്വയർ പ്ലസ് ab സ്ക്വയർ പ്ലസ് ab സ്ക്വയർ പ്ലസ് ab സ്ക്വയർ. അപ്പൊ അതിൽ ഓരോ ഒരു ab പിന്നെ bc എടുക്കുക, പിന്നെ cd എടുക്കുക, ad എടുക്കുക. അതാണ് 4ab സ്ക്വയർ എന്നുള്ളത് നമ്മൾ ab സ്ക്വയർ പ്ലസ് bc സ്ക്വയർ പ്ലസ് cd സ്ക്വയർ പ്ലസ് da സ്ക്വയർ എന്ന് എഴുതി. ഇനി ഇതിനെ നമുക്ക് 1 എന്ന് കൊടുക്കാം, ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2 നമുക്ക് എന്ത് കിട്ടി? ab സ്ക്വയർ പ്ലസ് bc സ്ക്വയർ പ്ലസ് cd സ്ക്വയർ പ്ലസ് da സ്ക്വയർ ഈക്വൽ ടു ac സ്ക്വയർ പ്ലസ് bd സ്ക്വയർ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ എടുത്ത്, അതായത് റോംബസിൽ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അപ്പൊ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. ആ റൈറ്റ് ട്രയാങ്കിളിൽ എ ബി സ്ക്വയർ ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ. ഈ ഒ എ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ സി ആണ്, ബി ഡി എന്ന് പറയുന്നത്, അതായത് ഒ ബി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ബി ഡി ആയിട്ട് എടുത്ത് പിന്നെ അതിനെ സ്ക്വയർ ചെയ്തപ്പോൾ ഈ 4 ഇങ്ങോട്ടേക്ക് വന്ന് 4ab സ്ക്വയർ ഈക്വൽ ടു ac സ്ക്വയർ പ്ലസ് bd സ്ക്വയർ എന്ന് കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എല്ലാ സൈഡ്സിന്റെയും സമ്മിന് ഈക്വൽ ആണ്. അപ്പൊ ഈ 4ab സ്ക്വയർ എന്ന് പറയുന്നത് റോംബസ് ആയതുകൊണ്ട് അതിന്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. അപ്പൊ 4ab സ്ക്വയർ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ab സ്ക്വയർ പ്ലസ് bc സ്ക്വയർ പ്ലസ് cd സ്ക്വയർ പ്ലസ് da സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഈ 4ab സ്ക്വയറിന്റെ പ്ലേസിൽ എന്ത് വന്നു? ab സ്ക്വയർ പ്ലസ് bc സ്ക്വയർ പ്ലസ് cd സ്ക്വയർ പ്ലസ് da സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ac സ്ക്വയർ പ്ലസ് bd സ്ക്വയർ. അപ്പൊ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. O is a point in the interior of a triangle ABC, OD perpendicular to BC, OE perpendicular to AC and OF perpendicular to AB. Show that. നമുക്ക് ആദ്യം OA സ്ക്വയർ പ്ലസ് OB സ്ക്വയർ പ്ലസ് OC സ്ക്വയർ മൈനസ് OD സ്ക്വയർ മൈനസ് OE സ്ക്വയർ മൈനസ് OF സ്ക്വയർ ഈക്വൽ ടു AF സ്ക്വയർ പ്ലസ് BD സ്ക്വയർ പ്ലസ് CF സ്ക്വയർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം OA സ്ക്വയർ പ്ലസ് OB സ്ക്വയർ പ്ലസ് OC സ്ക്വയർ മൈനസ് OD സ്ക്വയർ മൈനസ് OE സ്ക്വയർ മൈനസ് OF സ്ക്വയർ ഈക്വൽ ടു AF സ്ക്വയർ പ്ലസ് BD സ്ക്വയർ പ്ലസ് CE സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം അതായത് ഇതില് ഇതൊക്കെ ജോയിൻ ചെയ്യാം. OB അതുപോലെ OC OA ജോയിൻ ചെയ്യാം. ജോയിൻ OB OA ആൻഡ് OC നമ്മൾ ജോയിൻ ചെയ്തു. അതിനുശേഷം ഓരോ ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക, അതുപോലെ ഈ ട്രയാങ്കിൾ എടുക്കുക, ഈ ട്രയാങ്കിൾ എടുക്കുക, അതായത് BOD എന്നുള്ള ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിൾ BOD, ട്രയാങ്കിൾ BODയിൽ നമുക്ക് പൈതഗോറസ് തിയറം OB സ്ക്വയർ ഈക്വൽ ടു BD സ്ക്വയർ പ്ലസ് OD സ്ക്വയർ. അപ്പൊ എങ്ങനെ എഴുതാം? OB സ്ക്വയർ ഈക്വൽ ടു BD സ്ക്വയർ പ്ലസ് OD സ്ക്വയർ എന്ന് കിട്ടി. അതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അതിനുശേഷം ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇത് എടുക്കുന്നതിൽ ഈ ഭാഗമാണ് എടുക്കുന്നത്, അതായത് നമുക്ക് OC സ്ക്വയർ തന്നെയാണ് വേണ്ടത്, പക്ഷെ ഈ സൈഡാണ് എടുക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ OE സ്ക്വയർ ആണ്. OE സ്ക്വയറും ഇവിടെ വരുന്ന സൈഡ് നോക്കിയാൽ മതി. CE സ്ക്വയർ ഉള്ളത് കൊണ്ട് ആ ഭാഗം കിട്ടുന്ന രീതിയിൽ എടുക്കുക. അതായത് ഇൻ ട്രയാങ്കിൾ OCE അല്ലെങ്കിൽ COE നമുക്ക് ഇവിടെ ഏതൊക്കെയാണ് വരേണ്ടത് അതിനനുസരിച്ചുള്ള എടുക്കുക. അതായത് OC സ്ക്വയർ തന്നെയാണ്, പക്ഷെ എന്ത് വരണം? CE സ്ക്വയർ കിട്ടണം. അതുകൊണ്ട് ഈ ട്രയാങ്കിൾ എടുക്കുന്നു. അതുപോലെ അടുത്തതിൽ നമുക്ക് AF സ്ക്വയർ വരണം. അങ്ങനെയാണ് OA സ്ക്വയർ വരുന്നത്. ഈ ട്രയാങ്കിൾ വേണം എടുക്കുക. അതായത് ഒന്ന് ഇടപെട്ടിട്ടുള്ള ട്രയാങ്കിൾ എടുത്താൽ മതി. ആദ്യം ഇത് എടുക്കുക. ഇനി ഈ ഭാഗമല്ല, നമ്മൾ ഈ ഭാഗം നോക്കുന്നു, ഈ ഭാഗമല്ല, ഈ ഭാഗം നോക്കുന്നു. അപ്പോൾ COEയിൽ OC സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം? CE സ്ക്വയർ പ്ലസ് OE സ്ക്വയർ എന്ന് എഴുതാം. അതിന് നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി ഈ ട്രയാങ്കിൾ AOF, നമുക്ക് എന്ത് പറയാം? OA സ്ക്വയർ ഈക്വൽ ടു OF സ്ക്വയർ പ്ലസ് AF സ്ക്വയർ. അതിനാ നമ്മൾ ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്താണ് ഇവിടെ വേണ്ടത്? OA സ്ക്വയർ പ്ലസ് OB സ്ക്വയർ പ്ലസ് OC സ്ക്വയർ അല്ലേ? അപ്പൊ 3 ഇക്വേഷനും കൂടി ആഡ് ചെയ്യാം. ആഡിങ് 1, 2 and 3. 3 ഇക്വേഷനും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതായത് OB സ്ക്വയർ പ്ലസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരുമിച്ച് OB സ്ക്വയർ പ്ലസ് OC സ്ക്വയർ പ്ലസ് OA സ്ക്വയർ ഈക്വൽ ടു ഇവിടെ BD സ്ക്വയർ പ്ലസ് OD സ്ക്വയർ പ്ലസ് CE സ്ക്വയർ
പ്ലസ് OE സ്ക്വയർ പ്ലസ് OF സ്ക്വയർ പ്ലസ് AF സ്ക്വയർ ഇങ്ങനെ കിട്ടി. ഇനി ഇതിൽ നമുക്ക് എങ്ങനെ ഇത് ഓർഡറിൽ എഴുതാം? OA സ്ക്വയർ പ്ലസ് OB സ്ക്വയർ പ്ലസ് OC സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക? ഇതിലുള്ള O എന്നുള്ള വരുന്നതെല്ലാം ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക. മൈനസ് OD സ്ക്വയർ മൈനസ് OE സ്ക്വയർ മൈനസ് OF സ്ക്വയർ ഈക്വൽ ടു ഇവിടെ ബാക്കി BD സ്ക്വയർ പ്ലസ് CE സ്ക്വയർ പ്ലസ് AF സ്ക്വയർ. ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. BD സ്ക്വയർ പ്ലസ് CE സ്ക്വയർ പ്ലസ് AF സ്ക്വയർ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ട് അതിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AF സ്ക്വയർ പ്ലസ് BD സ്ക്വയർ പ്ലസ് CE സ്ക്വയർ ഈക്വൽ ടു AE സ്ക്വയർ പ്ലസ് CD സ്ക്വയർ പ്ലസ് BF സ്ക്വയർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കിട്ടിയിട്ടുണ്ട്? OA സ്ക്വയർ പ്ലസ് OB സ്ക്വയർ പ്ലസ് OC സ്ക്വയർ. കഴിഞ്ഞതിൽ നമ്മൾ ഇത് പ്രൂവ് ചെയ്തു. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം നമുക്ക്, അല്ലെങ്കിൽ 4 എന്ന് കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ ഈ ട്രയാങ്കിൾസ് എല്ലാം ആദ്യം നോക്കിയത് അല്ലേ? ഇനി അതിന് ഒഴിവായിട്ടുള്ളത് ഇപ്പുറത്തുള്ള ഇത് നോക്കുക. ഇൻ ട്രയാങ്കിൾ, അതായത് BOF, ഇൻ ട്രയാങ്കിൾ BOF നമുക്ക് എന്ത് പറയാം? OB സ്ക്വയർ ഈക്വൽ ടു BF സ്ക്വയർ പ്ലസ് OF സ്ക്വയർ. നമുക്ക് ഇവിടെ BF സ്ക്വയർ വേണം. അപ്പൊ ഈ ഭാഗം എടുക്കുന്നത്, ഈ ഒരു ഇതിലെ നമ്മൾ ആദ്യം ഈ ഭാഗമാണ് എടുത്തത്. അതിൽ നമുക്ക് BD സ്ക്വയർ ആയിരുന്നു വേണ്ടത്, അതുകൊണ്ട് ഈ ഭാഗം എടുത്ത്. ഇനി നമ്മൾ എടുക്കാത്ത ഭാഗം OB സ്ക്വയർ എന്ന് പറയുന്നത് BF സ്ക്വയർ പ്ലസ് OF സ്ക്വയർ, BF സ്ക്വയർ പ്ലസ് OF സ്ക്വയർ. അത് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി ഇവിടെ ഇൻ ട്രയാങ്കിൾ DOCയിൽ നമുക്ക് എന്ത് പറയാം? OC സ്ക്വയർ ഈക്വൽ ടു OD സ്ക്വയർ പ്ലസ് DC സ്ക്വയർ. അത് ഇക്വേഷൻ DC സ്ക്വയർ അല്ലെങ്കിൽ CD സ്ക്വയർ. ഇതിലിപ്പോൾ നമുക്ക് CD സ്ക്വയർ എന്നുള്ളത്, ഇപ്പോൾ CD സ്ക്വയർ ഇക്വേഷൻ 2. ഇനി ഇതാണ് എടുക്കേണ്ടത്, നമുക്ക് AE സ്ക്വയർ കിട്ടണം. അപ്പോൾ ഇൻ ട്രയാങ്കിൾ ഏതാണ് അതിൽ? AOE. ഇൻ ട്രയാങ്കിൾ AOE നമുക്ക് എങ്ങനെ പറയാം? OA സ്ക്വയർ ഈക്വൽ ടു OE സ്ക്വയർ പ്ലസ് AE സ്ക്വയർ. അത് ഇക്വേഷൻ 3 എന്ന് കൊടുക്കുക. നേരത്തെ പോലെ 3 ഇക്വേഷൻ ആഡ് ചെയ്യാം. ഇക്വേഷൻ 1 പ്ലസ് 2 പ്ലസ് 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഓർഡറിൽ എഴുതാം. OA സ്ക്വയർ അല്ലെങ്കിൽ അതേപോലെ തന്നെ OB സ്ക്വയർ പ്ലസ് OC സ്ക്വയർ പ്ലസ് OA സ്ക്വയർ ഈക്വൽ ടു BF സ്ക്വയർ പ്ലസ് OF സ്ക്വയർ പ്ലസ് OD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ പ്ലസ് OE സ്ക്വയർ. അതായത് രണ്ട് സൈഡ് ആഡ് ചെയ്യണം. ആദ്യം ഈ ഭാഗം എഴുതി OB സ്ക്വയർ പ്ലസ് OC സ്ക്വയർ പ്ലസ് OA സ്ക്വയർ. അതുപോലെ ഇപ്പുറത്തെ സൈഡ് BF സ്ക്വയർ പ്ലസ് OF സ്ക്വയർ പ്ലസ് OD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ പ്ലസ് OE സ്ക്വയർ പ്ലസ് AE സ്ക്വയർ. ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇതിൽ O വരുന്നതെല്ലാം നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇപ്പോൾ OA സ്ക്വയർ ഓർഡറിൽ ഉണ്ട്. OA സ്ക്വയർ പ്ലസ് OB സ്ക്വയർ പ്ലസ് OC സ്ക്വയർ മൈനസ് OD സ്ക്വയർ മൈനസ് OE സ്ക്വയർ മൈനസ് OF സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എന്ത് ബാക്കി? BF സ്ക്വയർ പ്ലസ് CD സ്ക്വയർ പ്ലസ് AE സ്ക്വയർ. പിന്നെ നമുക്ക് ഇക്വേഷൻ 5 എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് 4ൽ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്? OA സ്ക്വയർ പ്ലസ് OB സ്ക്വയർ പ്ലസ് OC സ്ക്വയർ മൈനസ് OD സ്ക്വയർ മൈനസ് OE സ്ക്വയർ മൈനസ് OF സ്ക്വയർ ഈക്വൽ ടു BD സ്ക്വയർ പ്ലസ് CE സ്ക്വയർ പ്ലസ് AF സ്ക്വയർ. ഇത് രണ്ട് ഇക്വേഷൻ ഫ്രം 4 and 5 നമുക്ക് എന്തുണ്ട്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ രണ്ടിലും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലും ഈക്വൽ ആയിരിക്കും. ഇക്വേഷൻ 4 and 5 നമുക്ക് എങ്ങനെ എഴുതാം? അതായത് BD സ്ക്വയർ പ്ലസ് CE സ്ക്വയർ പ്ലസ് AF സ്ക്വയർ ഈക്വൽ ടു BF സ്ക്വയർ പ്ലസ് CD സ്ക്വയർ പ്ലസ് AE സ്ക്വയർ എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ രണ്ടിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആദ്യം ഇതിൽ എത്രയോ ഓർമ്മിക്കൊണ്ട് ആദ്യം നമ്മൾ ഈ ഭാഗം എടുക്കുന്നത്. ഏതൊക്കെ ആ പേര് ഇവിടെ ഉള്ള പേര് നോക്കിയാൽ മതി. BD സ്ക്വയർ കിട്ടണമെങ്കിൽ ഈ ഭാഗം എടുക്കണം. അതുപോലെ CE സ്ക്വയർ കിട്ടണമെങ്കിൽ ഈ ഭാഗം എടുക്കണം. AF സ്ക്വയർ കിട്ടണമെങ്കിൽ ഭാഗം എടുക്കണം. അതിനുശേഷം അടുത്തത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ആ ഒഴിവാക്കിയ ഭാഗങ്ങളിലുള്ള ട്രയാങ്കിൾസ് അതിൻ്റെ അതേപോലെ തന്നെ ചെയ്യാം. രണ്ട് ഇക്വേഷൻ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും.
Ninth question. A ladder 10 meter long reaches a window 8 meter above the ground. Find the distance of the foot of the ladder from the base of the wall. അപ്പോൾ ഇവിടെ ബി സി ആണ് കാണേണ്ടത്. വിൻഡോന്റെ ഹൈറ്റ് 8 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ലാഡർ 10 മീറ്റർ. ഇവിടെ നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിക്കുക. അതായത് എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ബി സി സ്ക്വയർ എന്ന് പറയുന്നത് എ സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ. ഇവിടെ എ സി സ്ക്വയർ എന്ന് പറയുന്നത് 10 സ്ക്വയർ. 10 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ ടു 100 മൈനസ് 64. 100 മൈനസ് 64 ചെയ്ത് 36 കിട്ടും. ബി സി എന്ന് പറയുന്നത് 6 മീറ്റർ. 10th ക്വസ്റ്റ്യൻ അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അറ്റാച്ച് ടു എ വെർട്ടിക്കൽ പോൾ ഓഫ് ഹൈറ്റ് 18 മീറ്റർ ഈസ് 24 മീറ്റർ ലോങ് has a stake attached to the other end. How far from the base of the pole should the stake be driven so that the wire will be stuck? അപ്പോൾ ഇവിടെ ഇതാണ് നമുക്ക് കണ്ടത്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്യാം. ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ. ഡയറക്റ്റ് എഴുതിയാൽ മതി. ബി സി സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ. എ സി സ്ക്വയർ എന്ന് പറയുന്നത് 24 സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ എന്ന് പറയുന്നത് 18 സ്ക്വയർ. അപ്പോൾ ഇവിടെ 576 മൈനസ് 324 സ്ക്വയർ 576, 18 സ്ക്വയർ 324. രണ്ടും മൈനസ് ചെയ്യുമ്പോൾ 576 മൈനസ് 324 ചെയ്യുമ്പോൾ നമുക്ക് 252 കിട്ടും. അതായത് ബി സി സ്ക്വയർ ഈക്വൽ ടു 252, ബി സി ഇസ് ഈക്വൽ ടു റൂട്ട് 252. ഇപ്പോൾ റൂട്ട് 252 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 1 2 2 4 6 2 6 3 9 7 63 ഇനി 3 3. അപ്പോൾ രണ്ടെണ്ണത്തിന് കോമൺ ആയിട്ട് 3 3 ഇൻറ്റു 6. 6ന് റൂട്ടിന് അതായത് 7ന് പെയറില്ല. അപ്പോൾ റൂട്ട് 7 മീറ്റർ. ബി സി എന്ന് പറയുന്നത് 6 റൂട്ട് 7 മീറ്റർ. അപ്പോൾ അടുത്തത് അതായത് അതിലെ 11th ക്വസ്റ്റ്യൻ കൂടി നോക്കാം. An aeroplane leaves an airport and flies north at a speed of 1000 km/h. ഇവിടെ സ്പീഡാണ് നമുക്ക് തന്നിട്ടുള്ളത് 1000 km/h. At the same time another aeroplane leaves the same airport and flies due west at a speed of 1200 km/h. How far apart will be the two planes after 1.5 hours? 1.5 hour അതായത് ടൈം തന്നിട്ടുണ്ട് 1.5 hour. അപ്പൊ ഇവിടെ വെസ്റ്റിലേക്ക് 1200 കിലോമീറ്ററിലും സ്പീഡിലും നോർത്തിലേക്ക് 1000 km/h സ്പീഡിലുമാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ എ സി കാണണമെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? സ്പീഡാണ് തന്നിട്ടുള്ളത്. സ്പീഡ് 1000 km/h ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ ഇവിടെ നമുക്ക് എ ബി എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എ ബി ഈക്വൽ ടു എന്താണ് സ്പീഡ്? എ ബിയുടെ സ്പീഡ് 1000 ഇൻറ്റു 1/1 അതായത് 1.5 hour ആണ് ടൈം തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 1000 ഇൻറ്റു ഇതിന് 3/2. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 500 അതായത് 1500 കിലോമീറ്റർ എന്ന് കിട്ടും. എ ബി എന്ന് പറയുന്നത് 1500 കിലോമീറ്റർ. ഇനി നമുക്ക് ബി സി കണ്ടുപിടിക്കണം. ബി സി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ 1200 ഇൻറ്റു 3/2. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 600 എത്ര കിട്ടി? 1800 കിലോമീറ്റർ. ഇനി എന്ത് ചെയ്യുക? നമുക്ക് എ സി സ്ക്വയർ ആണ് വേണ്ടത്. പൈതഗോറസ് തിയറം എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ബാക്കി എല്ലാ സ്റ്റെപ്പും സെയിം തന്നെ. ഇത്രയും മാത്രം ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്. ഇപ്പൊ ഡിസ്റ്റൻസിലേക്ക് മാറ്റണം, അത്രേ വ്യത്യാസമുള്ളൂ. ഇപ്പൊ എ ബി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 1500 സ്ക്വയർ പ്ലസ് 1800 സ്ക്വയർ. അപ്പൊ ഇതിൽ 225 4 0 ഇടുക പ്ലസ് 324 അതുപോലെ 4 0. ഇനി ഇതിനെ നമുക്ക് ആഡ് ചെയ്യുന്നു. 549 4 0 വരും. അപ്പൊ ഇതിന്റെ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം അല്ലെ? എ സി സ്ക്വയർ ആണ് ഉള്ളത്. അപ്പൊ എ സി കിട്ടാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് 549 2 0 എന്നുള്ളത്
4 0 ആകുമ്പോൾ 2 0 ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ 549 പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 549 ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് 24 8 3 24 ആയി. അതുപോലെ 9 3 3 കൊണ്ട് ചെയ്യുമ്പോൾ 6 1. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 61. അതായത് 3 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ഇൻറ്റു 61 എഴുതാം. കാരണം 61ന് റൂട്ടില്ല. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതുന്നു. 61 ഇൻറ്റു 3 ഇൻറ്റു 3 9. പിന്നെ ഇവിടെ 4 0 ഇല്ല, ഇങ്ങനെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് റൂട്ടിന് പുറത്ത് വരുമ്പോൾ നമുക്ക് 9 ഉള്ളത് 3 എന്ന് എഴുതാം. അതുപോലെ 4 0 ഉണ്ടെങ്കിൽ 2 0. റൂട്ട് 61. ഇത്രയും കിലോമീറ്റർ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതുപോലെ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ്